പ്രൈസ് ലിസ്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്നത്തെ. സാർ, ഇതില് ചാല മാർക്കറ്റിൽ അമരയ്ക്ക് 30 രൂപ, ഹോർട്ടികോർപ്പിൽ 38 രൂപ. സാറ്, മുളകിന് 70 രൂപ ചാല മാർക്കറ്റിൽ, നിങ്ങളുടെ കടയിൽ 110. തക്കാളി 25, നിങ്ങളുടെ കടയിൽ 33. വെള്ളരി 15, നിങ്ങളുടെ കടയിൽ 24. നിങ്ങളുടെ കടയിൽ നമ്മുടെ. സാറേ, 70 രൂപയുള്ള ക്യാരറ്റ് 78 രൂപയ്ക്കാണ് സർക്കാർ വിൽക്കുന്നത്. സാർ, 80 രൂപയുടെ മാങ്ങ 92 രൂപയ്ക്കാണ് സർക്കാർ വിൽക്കുന്നത്. സാർ, കോളിഫ്ലവർ 40 രൂപയ്ക്കുള്ളത് സർക്കാർ വിൽക്കുന്നത് 60 രൂപയ്ക്കാണ്. ചെറുനാരങ്ങ 70, 92 രൂപയ്ക്ക് വിൽക്കുന്നു. സാർ, എങ്ങനെയാണ് സാർ സർക്കാരിന്റെ സ്ഥാപനം ഓപ്പൺ മാർക്കറ്റിനേക്കാൾ വില കൂട്ടി വിറ്റാൽ എങ്ങനെയാണ് സാർ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയുക? ഇവിടെ ബഹുമാനപ്പെട്ട അംഗം നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഞങ്ങളുടെ കാലത്ത് 3000 സബ്സിഡി കൊടുത്തു, 4000 കൊടുത്തു. പക്ഷെ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ഈ കണക്കുകൾ പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു സാധനത്തിന് വില കുറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇവിടെ കഴിഞ്ഞ ഓണക്കാലത്ത് 169 രൂപയ്ക്ക് വെളിച്ചെണ്ണ വിറ്റിരുന്ന സപ്ലൈകോ ഇപ്പം 339 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സപ്ലൈകോയുടെ സാധനങ്ങൾ എല്ലായിടത്തും സുലഭമാണ് എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങയുടെ മണ്ഡലത്തിൽ സപ്ലൈകോയുടെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ ഒരു തരി പച്ചരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പച്ചരി ഇല്ല. മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഈ പച്ചരി കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തുത. സാറ്, 1 കിലോ തേങ്ങയ്ക്ക് 6 മാസം മുമ്പ് 40 രൂപയായിരുന്നു, ഇപ്പൊ 74 രൂപയായി. വെളിച്ചെണ്ണയുടെ വില ഞാൻ പറയുന്നില്ല. സാറേ, ഹോട്ടലിൽ കയറിയാൽ സാർ, മുൻകാലങ്ങളിൽ ഒരു തട്ടുകടയിൽ പോയി 10 രൂപ കൊടുത്താൽ ഒരു വടയും ചായയും കഴിച്ചാൽ 2 രൂപ ബാക്കി തരും, നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്. ഇപ്പൊ 20 രൂപ കൊടുത്താൽ 5 രൂപ കടം പറയണം. ആ സ്ഥിതിയാണ് സാർ ഇന്ന് ഈ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള. കേരളത്തിൽ സാർ ഹോട്ടലുകളിലെ സാമ്പാറിൽ നോക്കിയാൽ മുരിങ്ങയ്ക്കയോ കഷ്ണങ്ങളോ കിട്ടാൻ വലിയ പാടാണ് സാർ. തപ്പി നോക്കിയാൽ പോലും കിട്ടാൻ. ഇത്രയും വിലപിടിപ്പുള്ള വിലക്കയറ്റം ഇത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇത്രയധികം കുതിച്ചുയർന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സാർ അത് വാങ്ങാൻ കഴിയുക? സാർ, കാലിത്തീറ്റകൾക്ക് വില വർദ്ധിച്ചു. നിർമ്മാണ ഉപകരണങ്ങൾക്ക്, നിർമ്മാണ അസംസ്കൃത വസ്തുക്കൾക്ക് വലിയ തോതിൽ വില വർദ്ധിച്ചിരിക്കുകയാണ്. സാർ, 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വില നിലവാരവും ഇന്നത്തെ വില നിലവാരവും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് വിപണി ഇടപെടൽ സർക്കാർ വളരെ പരാജയമാണ്. ഇവിടെ പലപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് ചാല മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങി ഹോർട്ടികോർപ്പിലൂടെ വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സാർ, ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം, ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഇന്ന് സപ്ലൈകോയിലൂടെ വിൽക്കുകയാണ്. ആ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ റിജക്ട് ചെയ്യപ്പെട്ടാൽ പോലും ആ സാധനങ്ങൾ എടുക്കണമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്വാധീനം ചെലുത്തുന്നതായിട്ട് വളരെ ഗുരുതരമായ ആരോപണം ഇന്ന് ഈ സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ തന്നെ നിലനിൽക്കുകയാണ്. സാർ, 1 കിലോ മുളക് പുറത്തു നിന്ന് വാങ്ങി നമ്മൾ ഉപയോഗിച്ചാൽ ഇവിടെ 1 കിലോ വാങ്ങിയാൽ പോലും അത് മതിയാവുന്ന ഒരു സാഹചര്യം ഇല്ല എന്നതാണ് സാറേ. ഇന്ന് സാധനങ്ങൾക്ക് സാർ, മുളകിന്റെ വിലക്ക് മുളകിനേക്കാൾ എരിവാണ് അതിന്റെ വില. ഉള്ളിയുടെ വില കേട്ടാൽ സാർ ഉള്ളിക്ക്. ഈ നിത്യോപയോഗ സാധനങ്ങളുടെ 10 മിനിറ്റ് സംസാരിക്കാം. സാർ, ഇവിടെ പ്രതിപക്ഷത്തിന് എന്ത് പറ്റി എന്ന ചോദ്യം തന്നെയാണ് സാർ.